ഒരിക്കലും ഒരു ഗ്യാപ്പ് ഇടാൻ പാടില്ല. ഗ്യാപ്പ് ഇട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ല. എപ്പോഴും നമ്മൾ പ്രഗ്നൻസി ആകാതിരിക്കുന്നത് അന്നേരം അസുഖങ്ങൾ തുടങ്ങുന്നത് ഏജ് കൂടുന്നതനുസരിച്ച്. ഒരിക്കലും നമുക്ക് അസുഖം വരത്തില്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ പറയുന്ന പോലെ അത്ര സിമ്പിൾ അല്ല ആക്ച്വലി പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് എന്ന് പറയുന്നത്. ഒരു ഫിസിക്കൽ പ്രോസസ്സ് മാത്രമല്ല ഒരു പ്രഗ്നൻസിയോ ഒരു കുഞ്ഞുണ്ടാകുന്നതോ കുഞ്ഞിനെ വളർത്തുന്നത്. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് എഫേർട്ട് അല്ലേ? സൈക്കോളജിക്കലി, മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി എല്ലാ രീതിയിലും നമ്മൾ ഇൻവെസ്റ്റഡ് ആയ മാത്രം പ്രോപ്പറായി നടക്കുന്ന ഒരു കാര്യമാണ് പ്രഗ്നൻസി, ലേബർ, ചൈൽഡ് ബർത്ത് എന്നൊക്കെ പറയുന്നത്. ആൻഡ് ഡോണ്ട് ഡിലേ പ്രഗ്നൻസി. ദിസ് ഫീൽസ് മോർ ലൈക്ക് ഫിയർ മോങ്കറിങ്. എത്രയും പെട്ടെന്ന് പ്രഗ്നൻ്റ് ആയിക്കോളൂ, പെട്ടെന്ന് ഗ്യാപ്പ് ഇടാതെ പ്രഗ്നൻ്റ് ആവും. ആസ് എ ഡോക്ടർ യു ആർ നോട്ട് സപ്പോസ് ടു സേ ലൈക്ക് ദാറ്റ്. നോ, യു ആർ സപ്പോസ് ടു ഗിവ് എവിഡൻസ് ബേസ്ഡ് റെക്കമെൻഡേഷൻസ്. ശരിയാണ്, പ്രായം കൂടുമ്പോൾ ഫെർട്ടിലിറ്റി കുറയും എന്നുള്ളതൊരു ഫാക്റ്റാണ്. പക്ഷേ അതേപോലെ തന്നെ പ്രഗ്നൻസിയിൽ അത് മാത്രമല്ലല്ലോ, ഇറ്റ്സ് എ വെരി ഹ്യൂജ് സ്റ്റെപ്പ് ഇൻ വൺസ് ലൈഫ്. എവിഡൻസ് ആക്ച്വലി സേസ് ഒരു 18 months ഒക്കെ ഗ്യാപ്പ് ഇട്ട് പോകുന്നതാണ് നല്ലതെന്നാണ്. ഒത്തിരി അടുപ്പിച്ച് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ പ്രീ ടേം ലേബർ, വേറെ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇൻ ദി എൻഡ് ഇറ്റ് കംസ് ഡൗൺ ടു ദ ചോയ്സ് ഓഫ് ദ പേരൻസ് അല്ലേ? ചില ആൾക്കാരുണ്ട് ദേ ആർ ഓക്കെ വിത്ത് നോട്ട് ഹാവിങ് കിഡ്സ്. ചില ആൾക്കാരുണ്ട് ദേ ഓൺലി വാണ്ട് വൺ കിഡ്. ചില ആൾക്കാരുണ്ട് ദേ വാണ്ട് കിഡ്സ് ഏർലി ഇൻ ദെയർ മാരേജ്. ചില ആൾക്കാരുണ്ട് ദേ വാണ്ട് കിഡ്സ് വെരി ലേറ്റ് ഇൻ ദെയർ മാരേജ്. ചില ആൾക്കാർ വാണ്ട് കിഡ്സ് വൺസ് ദേ ആർ സെറ്റിൽഡ് ഡൗൺ. എ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ് ആർ അറ്റ് പ്ലേ. അപ്പോൾ ആസ് എ ഡോക്ടേഴ്സ് വാട്ട് വി ആർ സപ്പോസ് ടു ഡു ഇസ് പ്രൊവൈഡ് ഓൾ ദി ഇൻഫർമേഷൻ. ശരിയാണ്, ചില ആൾക്കാർക്ക് ഓവറിയുടെ റിസർവ് കുറവായിരിക്കാം, ചിലപ്പോൾ ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യൽ കുറവായിരിക്കാം. അപ്പോൾ ഗെറ്റ് യുവർ സെൽഫ് ഇവാലുവേറ്റഡ്, ഹാവ് എ ഡിസ്കഷൻ വിത്ത് യുവർ ഡോക്ടർ, ഫൈൻഡ് ഔട്ട് വാട്ട് വേ സൂട്ട്സ് യു. ഇപ്പോൾ നമുക്ക് ഊസൈറ്റ് പ്രിസർവേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ മാരീഡ് കപ്പിൾ ആണെങ്കിൽ എംബ്രിയോ പ്രിസർവേഷൻ, അങ്ങനെയൊക്കെ പല ഓപ്ഷൻസ് ഉണ്ട്. ഇതൊന്നും 100% ഗ്യാരണ്ടീഡ് ഫെർട്ടിലിറ്റി ഓപ്ഷൻസ് അല്ല, പക്ഷേ ദീസ് ആർ ഓപ്ഷൻസ്. അപ്പോൾ ഹാവ് എ ഡിസ്കഷൻ വിത്ത് യുവർ ഡോക്ടർ. എന്താണ് നിങ്ങൾക്ക് ലൈഫിൽ നിന്ന് വേണ്ടത്, വാട്ട് ആർ യു പ്ലാനിങ്, അതുമായിട്ട് കോറിലേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മുടെ ഫെർട്ടിലിറ്റി ഓപ്ഷൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് ദെൻ ഗോ അഹെഡ് ഫ്രം ദെയർ.